ഇപ്പോൾ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഇവരുടെ ആരുടെയും കൺസേൺ അല്ല. ഇവരുടെ എല്ലാവരുടെയും കൺസേൺ അവരുടെ ബാലൻസ് ഓഫ് പവറാണ്, അവരുടെ പൊസിഷൻസ് ഓഫ് പവറാണ്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഇപ്പം 3 പ്രധാന റഷ്യ, അമേരിക്ക, ചൈന, യൂറോപ്യൻ യൂണിയൻ അങ്ങനെയുള്ള ഈ കക്ഷികൾ തമ്മിൽ ഒരു റീകോൺഫിഗറേഷൻ നടത്തുവാനുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇതിൽ മറ്റൊരു കാര്യം, ഇപ്പോൾ US ഇതിൽ നിന്ന് പിന്മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായാലും നാറ്റോയിലുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലുള്ള മറ്റ് രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഒരു മെയിൻ കൺസേൺ. ഇപ്പോൾ എന്താ വെച്ചാൽ യുക്രൈൻ്റെ കാര്യത്തിൽ റഷ്യ വിജയിച്ചു എന്ന് വെച്ചാൽ അടുത്തത് റഷ്യ ചിലപ്പോൾ ലിത്വേനിയ പോലെയുള്ള രാജ്യങ്ങൾക്ക് നേർക്ക് വരും. അത്തരത്തിലുള്ള ഭീതി ഈ ലിത്വേനിയൻ പോലത്തെ രാജ്യത്തെ സിറ്റിസൻസിനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇത് ഒരു വെസ്റ്റേൺ നറേറ്റീവാണ്. അതായത് ഉക്രൈനിൽ റഷ്യയെ വിജയിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ റഷ്യ വിൽ മാർച്ച് ടു ദ യൂറോപ്പ് എന്ന് പറയും. ഇപ്പം റഷ്യയുടെ ഇതുവരെയുള്ളൊരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റഷ്യക്കെതിരെ യൂറോപ്പിൽ നിന്ന് ആക്രമണം ഉണ്ടായതല്ലാതെ റഷ്യ അങ്ങോട്ട് ആക്രമിച്ച് കയറിയിട്ടില്ല. റഷ്യ ഒരിക്കലും അങ്ങോട്ട് ആക്രമിച്ച് കയറിയിട്ടില്ല. പിന്നെ 2ാം ലോക യുദ്ധം കഴിയുമ്പോഴത്തേക്ക് തന്നെ അവർ പറഞ്ഞത് ഇപ്പോൾ ഈസ്റ്റേൺ യൂറോപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങളും അവർ ഞങ്ങളെ ആക്രമിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ബഫർ എന്നുള്ള നിലയിലാണ് ഈ എഗ്രിമെൻ്റ്. അപ്പം നമ്മുടെ യാൾട്ട എഗ്രിമെൻ്റ് നോക്കിയാൽ മതി. ലോകത്തിനെ യൂറോപ്പിനെ പങ്കിട്ടെടുക്കുന്നതിൻ്റെ ഒരു എഗ്രിമെൻ്റ്. ഇപ്പോൾ സ്റ്റാലിൻ വന്നത് ഈ ചെക്കോസ്ലോവാക്യ, പോളണ്ട് ഇത്തരം പ്രദേശങ്ങളെ ഞങ്ങളുടെ ഒരു ബുൾവർക്ക്, ഞങ്ങളുടെ ഒരു ബഫർ സോൺ, ഞങ്ങൾക്കെതിരെയുള്ള അറ്റാക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ചരിത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഇവിടെ റഷ്യ പറയണത്, നിങ്ങൾ ഞങ്ങളുടെ ബാക്ക് യാർഡിലേക്ക് വരരുത്. ഇപ്പം ഉക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യം അത് കഴിഞ്ഞാൽ ഞങ്ങളാണ്. അപ്പം അവിടെ നിങ്ങൾ വരാൻ പാടില്ല. അത് ഞങ്ങളുടെ ബേസിക് സെക്യൂരിറ്റിയുടെ വിഷയമാണ്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് തന്നെയാണ് ഇവർ ചോദിക്കുന്നത്. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ നാളെ ക്യൂബയിൽ കൊണ്ടുവന്ന് മിസൈൽ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പം ഫ്ലോറിഡയിൽ നിന്ന് 90 മൈലേ ഉള്ളൂ അമേരിക്കയിലേക്ക്, അല്ല ക്യൂബയിലേക്ക് എന്ന് പറയുന്ന, അതായിരുന്നു 1960s വലിയ മിസൈൽ ക്രൈസിസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മൾ വെസ്റ്റേൺ ഈ ഫിയർ മോങ്കറിങ് ഉണ്ടല്ലോ, റഷ്യ ഞങ്ങളെ അറ്റാക്ക് ചെയ്യും, ഈ ലിത്വാനിയ അല്ലെങ്കിൽ. അപ്പോൾ ഈ ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യത്തിന് എന്തുകൊണ്ടാണ് അവർ ഈ വെസ്റ്റേൺ അലയൻസിൻ്റെ പാർട്ടാവുന്നത്? അവരൊരു സൈനിക അലയൻസിൻ്റെ പാർട്ടാവുന്നതുകൊണ്ടാണ് റഷ്യ ഒരു ത്രട്ടായി മാറുന്നത്. അവരൊരു സൈനിക അലയൻസ് അല്ല, അവരതിൻ്റെ പാർട്ടല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു ത്രട്ടിൻ്റെ പ്രശ്നമില്ല. ഇവരെല്ലാവരെയും വളരെ കൃത്യമായിട്ട്, ഇപ്പം അതാണ് പറയുന്നത്, സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ചെയ്തപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ഇൻഫോർമൽ എഗ്രിമെൻ്റ് ആയിരുന്നു അത്. എല്ലാവരും പറയുന്നുണ്ട് ഒരു അമേരിക്കൻ ഇതായിട്ടുള്ള, അതായത് നമ്മൾ ഈസ്റ്റിലേക്ക് വരത്തില്ല, നാറ്റോ എക്സ്പാൻഡ് ചെയ്യത്തില്ല. പക്ഷേ അതിനുശേഷം 1 by 1 ആയിട്ട് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ നാറ്റോ അലയൻസിൻ്റെ സഖ്യമൊക്കെ മാറ്റുകയാണ് ചെയ്യുന്നത്. അത് ഉക്രൈനിലെത്തുമ്പോഴത്തേക്കാണ്, അല്ലെങ്കിൽ ഈ ഒരു നിലയിലെത്തുമ്പോഴത്തേക്കാണ് ഈ നിലയിലുള്ളൊരു കോൺഫ്ലിക്റ്റ് വരുന്നത്. അപ്പം അതുകൊണ്ട് റഷ്യ അവിടെ ഇത് കഴിഞ്ഞാൽ, ഉക്രൈൻ കഴിഞ്ഞിരുന്നാൽ അവിടത്തേക്ക് പോകുമെന്ന് പറയുന്നത് അതൊരു വെസ്റ്റേൺ നറേറ്റീവ് എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്ത് വേറെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു.